ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഇന്ന് തിരുവോണമായിട്ട് ഞാനും അച്ഛനും കൂടെ അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ്. അപ്പോൾ ഒന്ന് കുളിച്ചൊന്ന് റെഡിയായിട്ട് വരട്ടെ. ഓക്കെ, അങ്ങനെ പെട്ടെന്ന് പോയി കുളിച്ചിട്ടൊക്കെ വന്ന് ഇനി നമുക്ക് അമ്പലത്തിലോട്ട് പോകാമെന്ന് റെഡി ആവട്ടെ. നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. ഇതാണ് കേട്ടോ അമ്പലത്തിൽ പോണ വഴി. ഇത് നമ്മൾ നല്ല വയലും നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ് കേട്ടോ കാണാൻ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ഞാനും അച്ഛനും കൂടെ കേട്ടോ അമ്പലത്തിൽ പോയത്. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു, ഓണം ആയതുകൊണ്ടേ. അത്തത്തിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി അത്തമായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഭംഗി എത്രത്തോളം ആണെന്ന്. ഒരു ഭദ്രകാളിയുടെയൊക്കെ ഒരു രൂപം വെച്ചിട്ടുള്ള നല്ല അത്തമായിരുന്നു. എല്ലാ വർഷവും ഇതേപോലത്തെ വലിയ അത്തമൊക്കെയാണ് കേട്ടോ. അങ്ങനെ അത് കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് വീട്ടിനടുത്തുള്ള വേറൊരു അമ്പലത്തിൽ പോയി. അവിടെ ഒരു ചെറിയ അത്തമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ തൊഴുതിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി കേട്ടോ. വീട്ടിൽ ചെന്നപ്പോൾ ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു കഴിക്കാൻ. അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് നമുക്കിനി സദ്യ കഴിക്കണ്ടേ. ഞാൻ ഇന്നലെ ഉത്രാട വീഡിയോ ഇട്ടതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉത്രാടത്തിന് മാമിയുടെ വീട്ടിലായിരുന്നു. അങ്ങനെ തിരുവോണത്തിന് ഇന്ന് മാമിയുടെ വീട്ടിലായിരുന്നു. അങ്ങനെ അമ്മ ചോറൊക്കെ കഴിക്കാനുള്ളതൊക്കെ പ്ലേറ്റിലെടുക്കുക. അച്ഛനുള്ളതാണ് കേട്ടോ എടുക്കുന്നത്. അച്ഛൻ ഈ വർഷം ഇലയിൽ കഴിക്കത്തില്ലല്ലോ. അങ്ങനെ അമ്മ പ്ലേറ്റിൽ അച്ഛനുള്ള ചോറൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇതാണ് കേട്ടോ മാമി. അങ്ങനെ മാമി അമ്മയും കൂടെ അച്ഛന് ചോറും കറികളും എല്ലാം വിളമ്പി കൊടുക്കുകയാണ്. ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ കേട്ടോ. ഒരാൾ എണീറ്റിട്ട് പിന്നെ എനിക്കും അമ്മയ്ക്കും ഒക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അച്ഛൻ ഇന്ന് കഴിക്കുന്ന പോലെ തന്നെ പ്ലേറ്റിൽ ചോറൊക്കെ കഴിച്ചു. ഇതാണ് കേട്ടോ അപ്പൂപ്പൻ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കത്തുള്ളൂ. അവരെന്നും ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ആ ഒരു ശീലം അവർക്ക് മാറ്റാൻ പറ്റത്തില്ല. മാമി ഇതേപോലെ തന്നെ ഇവിടെ നിന്നാണ് ഇങ്ങനെ ഇരുന്നാണ് കഴിക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് അവരും കഴിച്ചു. അപ്പൂപ്പ അങ്ങനെ എല്ലാ കറികളൊന്നും കൂട്ടത്തൊന്നുമില്ല. എന്തെങ്കിലും സാമ്പാറോ വല്ല പുളിശ്ശേരിയോ അങ്ങനെ വല്ല കറികളെ എടുക്കത്തുള്ളൂ. അങ്ങനെ അതൊക്കെ അമ്മയും മാമിയും കൂടെ വിളമ്പിയൊക്കെ കൊടുത്തു. പിന്നെ ഇവിടെ ഒരുപാട് പൂച്ചകളുണ്ട് കേട്ടോ. ഇപ്പം കുറവാണ്, കൊന്നാലും ഉണ്ട്. അപ്പം 2-3 ഉണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഒന്ന്. നല്ല രസമല്ലേ ഇതിനെ കാണാൻ. ഈ പണ്ട് ഇതൊന്നും അല്ലായിരുന്നു എൻ്റെ പൊന്നോ, കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ചോദിക്കാൻ കുറവാണ്. അങ്ങനെ നല്ല രസമുണ്ട്. എനിക്കും പണ്ടൊരു പൂച്ചക്കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെവിടെ ഇറങ്ങിപ്പൊക്കളഞ്ഞു. പൂച്ചക്കുഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചയൊക്കെ. പട്ടി എനിക്ക് പേടിയാണ്, പട്ടി കടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പട്ടിയെ പേടിയാണ്. അങ്ങനെ പിന്നെ നമ്മൾ സദ്യയിലോട്ട് കടന്നു. അങ്ങനെ ചോറും ഇഞ്ചിക്കറിയും മാങ്ങാച്ചാറും അവിയലും പച്ചടിയും ബീട്രൂട്ട് തോരനും ഇത്ര കറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പരിപ്പും പപ്പടം ഉണ്ടെങ്കിൽ എനിക്ക് ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നല്ല രുചിയായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ അതൊക്കെ ആയിട്ട് കഴിച്ചു. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ശേഷം ഇനിയിപ്പോൾ അമ്മയുടെ വീട്ടിലോട്ട് പോകണം. അപ്പോൾ പിന്നെ ഇന്നിവിടെ പായസമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ഇത്രയേ ഉള്ളായിരുന്നു. അങ്ങനെ അമ്മയുടെ വീട്ടിലോട്ട് നമ്മൾ ഓട്ടോയിൽ പാരപ്പള്ളി വരെ നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോകണത്. ഇന്ന് ബസ്സൊന്നും ഇല്ലല്ലോ. പാരപ്പള്ളിയൊന്നും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും. മൊത്തം റോഡ് പണി നടക്കുന്നുണ്ട്. വലിയ പാടാണ് കേട്ടോ. ക്രോസൊക്കെ ചെയ്യാനും എടുക്കാനും എല്ലാം ഭയങ്കര വർക്കാണ്. റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് പാരപ്പള്ളി. നമുക്ക് കണ്ടാൽ പോലും നമുക്ക് മനസ്സിലാവത്തില്ല പാരപ്പള്ളി. ഓണമായതുകൊണ്ട് ബസ്സുകളൊന്നും ഇല്ല ഇവിടെ. ഇങ്ങനെ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിങ്ങനെ അയ്യോ കുറേ നേരം അങ്ങനെ കാത്തിരുന്ന്. അങ്ങനെ ഇപ്പോൾ ഒരു ബസ് വന്ന്. അപ്പോൾ ഭയങ്കര പാട് തന്നെ. തിരുവോണമായതുകൊണ്ടായിരിക്കുന്നു നല്ല ബസ്സിന് നല്ല താമസമാണ് കേട്ടോ. കുറേ നേരം നിന്ന് അങ്ങനെ ഇപ്പോൾ ഒരു ബസ് വന്ന്. സ്ഥലങ്ങളൊന്നും അറിയാൻ വയ്യ, റോഡ് പണി നടക്കുന്നത്. അങ്ങനെ ആട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നിരുന്നപ്പോൾ ഗേറ്റ് അടവ്. ഭയങ്കര വെയിൽ. ഗേറ്റ് അടച്ച് ഇങ്ങനെ ഇട്ടേക്കുക. പിന്നെ ഇപ്പോൾ ഗേറ്റ് തുറന്നിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അമ്മാമ്മയുടെ വീട്ടിൽ വന്ന് അമ്മാമ്മ അങ്ങനെ നമുക്ക് ചായ ഇടാനുള്ള പാലൊക്കെ പൊട്ടിച്ച് വെച്ച് ചായ ഇടാൻ പോവാട്ടോ. പിന്നെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പായസമൊക്കെ തന്ന് അതൊക്കെ കുടിച്ച് നല്ല പായസമായിരുന്നു. ഇതാണ് കേട്ടോ അപ്പൂപ്പൻ. അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ച്
ഓണത്തിന് ഫസ്റ്റ് ടൈമാണ് പായസം കുടിക്കുന്നത്. അവിടെ ഉത്രാടത്തിനും തിരുവോണത്തിനൊന്നും പായസം വെച്ചില്ലല്ലോ. അങ്ങനെ ഇവിടെ നിന്നാണ് ഓണത്തിന് ഫസ്റ്റ് ടൈമായിട്ട് പായസം കുടിക്കുന്നത്. അങ്ങനെ പായസമൊക്കെ കുടിച്ച്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ അമ്മാമ്മയുടെ വീട്ടിൽ വന്ന് അപ്പം നമ്മൾ ചായ കുടിക്കുക കേട്ടോ. അപ്പം ഇന്ന് വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ബസ്സുകളൊന്നുമില്ല. ഇന്ന് തിരുവോണം ആയതുകൊണ്ട് വണ്ടികളെല്ലാം കുറവല്ലേ. അങ്ങനെ വണ്ടികളൊന്നും കാണത്തില്ലല്ലോ. അങ്ങനെ കുറച്ച് വണ്ടിയൊക്കെ ഉള്ളായിരുന്നു. അപ്പോൾ എനിക്ക് വണ്ടിയൊക്കെ കിട്ടി. അങ്ങനെ ഇവിടെ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. അപ്പോൾ വന്നിട്ട് ഇവിടെ വേറെ ആരും ഇല്ല കേട്ടോ. അമ്മാമ്മയും അപ്പൂപ്പന് മാത്രമേ ഉള്ളൂ. കുഞ്ഞൊന്നും ഇവിടെ ഇല്ല. നാളെ വരത്തുള്ളൂ. മേടിക്കുന്ന ചായയൊക്കെ കുടിച്ചിട്ട്. അപ്പം ഇതൊക്കെയാണ് ഓണവിശേഷങ്ങൾ. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.